തലവര മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് തലയ്ക്കാവേരിയിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കും? നമ്മളിപ്പോൾ 10 ലക്ഷം രൂപ കൊടുത്ത് പൂജ നടത്തേണ്ട കാര്യമില്ല, തലവിധി മാറും. എന്നാൽ ഞാൻ ഒരുമിച്ച് കുടുംബത്തോടെ ഈ കുളത്തിലേക്ക് ഇറങ്ങണം. അവിടെ വെള്ളം തെളിക്കാൻ പോയിട്ട് കാര്യമില്ല. ഈ കുളത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വർഷത്തിൽ 2 പ്രാവശ്യം പോകും. അത് കഴിഞ്ഞാൽ സർപ്പങ്ങളുമായിട്ട് മനുഷ്യന്റെ ശരീരബന്ധമുള്ള 7000 കോടി നാഗങ്ങളും 72,000 നാടിഞരമ്പുള്ള മനുഷ്യ ശരീരമാണ്. നമ്മളെ ഗോത്രം കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ചെന്നാൽ ആ സർപ്പ സംസ്കാര പൂജ നമ്മൾ ഏതെങ്കിലും ജന്മത്തിൽ സർപ്പത്തിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, സർപ്പദോഷ ദുരിതങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരവും 100%. ഈ പരിഹാരം കൂടെ ചെയ്താൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം ഭയങ്കരമാണ്. അടിവേരുകൾ, ഔഷധ ഗുണമുള്ള ചെടികളുടെ മരങ്ങളുടെ അടിവേരുകളുടെ ഊറി വരുന്ന ജലമാണ് ഇവിടേക്ക് വരിക. ആ ഊറി വരുന്ന ജലത്തിലുണ്ടാകുന്ന ഒരു ഔഷധകരമായ സാന്നിധ്യം, പിന്നെ ദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ നീലറുവായിട്ട് ഒഴുകി വരുന്നൊരു മഹാനദിയായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിന് സത്യം ഉണ്ടാവില്ലേ? ഉണ്ടാവും. ആ സത്യത്തെ നമ്മൾ വിശ്വസിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. പ്രണയവും കാമവും ക്രോധവും മോഹവും ദുർമന്ത്രവാദവും ഒക്കെ എഴുതണം എനിക്കെങ്ങനെയാണ് ഒരു സന്യാസിയാവും? സ്വാമി എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ സന്യാസിയാക്കാൻ വേണ്ടി? ഞാൻ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ മരിക്കാം. 2012 3 വർഷം മരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആളാണ്. 2 പ്രാവശ്യം ഗംഗയിൽ ഒഴുകി പോയി തിരിച്ചു വന്നു. എനിക്ക് 2 ആൺമക്കളുണ്ടായിരുന്നു. ഒരുത്തൻ പോലും എന്നെ ഇതുവരെ അന്വേഷിച്ച് വന്നിട്ടില്ല. ഞാനത് ആഗ്രഹിച്ചാൽ ഞാൻ ഇനി അടുത്ത ജന്മം ജനിക്കണം. എനിക്ക് അതുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹമില്ല. സ്വാമി, തലയ്ക്കാവേരി തലവര മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് തലയ്ക്കാവേരിയിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കും? തലക്കാവേരി എന്ന് പറയുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മളിപ്പോൾ 10 ലക്ഷം രൂപ കൊടുത്ത് പൂജ നടത്തേണ്ട കാര്യമില്ല, തലവിധി മാറും. എന്നാൽ കാവേരി നദിയുടെ നീരുറവ ഉണ്ടാകുന്ന സ്ഥലമാണ്. അവിടെ കാവേരി ദേവത, ആ ദേവതയുടെ ഇരിപ്പിടമാണെന്നാണ് പറയുന്നത്. ആ ഇരിപ്പിടം ചെറിയൊരു നമുക്കിങ്ങനെ കൈകൊണ്ട് വരയ്ക്കാവുന്ന ദൂരേ ഉള്ളൂ. അവിടെ നിന്നാണ് ഈ നദി ഇങ്ങനെ ഇത്രയും വലിയൊരു നദി ഉത്ഭവിക്കുന്നത്. അതിങ്ങനെ ഒരു അടുത്തുള്ളൊരു കുളത്തിലേക്ക് വന്ന് വീഴും. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ ധാരാളം പേരെ വിട്ടിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് കുടുംബത്തോടെ ഈ കുളത്തിലേക്ക് ഇറങ്ങണം. അവിടെ വെള്ളം തെളിക്കാൻ പോയിട്ട് കാര്യമില്ല. ഈ കുളത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ഒരു തിരുമേനിയുണ്ട്. ആ തിരുമേനി തലയിൽ 3 തവണ സഹസ്രാര പത്മത്തിൽ വെള്ളം ഒഴിച്ച് തരുമ്പോൾ തലവിധി മാറുന്നതാണ്. ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വർഷത്തിൽ 2 പ്രാവശ്യം പോകും. അത് ചെയ്യുന്ന വളരെ നല്ലതാണ്. അത് കഴിഞ്ഞാൽ സർപ്പങ്ങളുമായിട്ട് മനുഷ്യന്റെ ശരീരബന്ധമുള്ള 7000 കോടി നാഗങ്ങളും 72,000 നാടിഞരമ്പുള്ള മനുഷ്യ ശരീരമാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ കുക്കി സുബ്രഹ്മണ്യം, അവിടെ 90 കിലോമീറ്ററാണ്. അവിടെ ബുക്ക് ചെയ്യണം ആദ്യം. കുക്കി സുബ്രഹ്മണ്യത്തിൽ സർപ്പ സംസ്കാര പൂജ, അത് 1000 ദിവസം ബുക്ക് ചെയ്യണം. നമ്മൾ 1000 പേരുണ്ടെങ്കിൽ 1000 തിരുമേനിമാരാണ്. നമ്മളെ ഗോത്രം കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ചെന്നാൽ ആ സർപ്പ സംസ്കാര പൂജ നമ്മൾ ഏതെങ്കിലും ജന്മത്തിൽ സർപ്പത്തിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, സർപ്പദോഷ ദുരിതങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരവും 100%. അതിൻ്റെ തലേ ദിവസം ഇവിടെ പോയി കുളിക്കുകയും ഈ പരിഹാരം കൂടെ ചെയ്താൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം ഭയങ്കരമാണ്. നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് ചന്ദനം മഞ്ചിട്ടിട്ട് കാര്യമൊന്നുമില്ല. അത് നല്ലതാണ്. ആ ക്ഷേത്ര പരിസരത്തോട്ട് ചെല്ലുമ്പം നമുക്ക് കിട്ടുന്നൊരു ഫീലിംഗ്, ഒരു അനുഭൂതി ഭയങ്കരമാണ്. നമ്മളെ സങ്കല്പത്തിൽ, ആ സങ്കല്പത്തെ നമ്മൾ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ളൊരു ശക്തി വളരെ നല്ലതാണ്. മോശമൊന്നും ഞാൻ പറയും. പുരാണപരമായിട്ട് ഇതിനെന്തെങ്കിലും കഥകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ ഇതിൻ്റെ പിന്നിൽ? അല്ല, അതിനെക്കുറിച്ച് അറിയത്തില്ല. ശാസ്ത്രീയമായ അവലംബനം. ആ ജലത്തിനൊരു ഔഷധ ഗുണമുണ്ട്. കാരണം 4 ചുറ്റും മലകളാണ്. ആ മലയിലെ ഔഷധ ഗുണങ്ങൾ ആണ് ഈ ഉറവയിലേക്ക് വരുന്നത്. നമ്മളത് കുളിച്ച് കരയിലോട്ട് കയറുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ വിട്ടുപോകുന്നതായിട്ട് കാണാം. വിട്ടുപോയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വളരെ ഭാരം. ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു ഫാമിലി പോയിട്ട് എന്നെ വിളിച്ച് പറയുമായിരുന്നു അപ്പോൾ ഉണ്ടാകുന്ന മാറ്റം. കഴിഞ്ഞ ആഴ്ചയൊക്കെ അവിടെ പോയി കുളിച്ചിട്ട് വന്ന ജീവിതത്തിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ചു. ഇപ്പം നമുക്കവിടെ ആരെയും പരിചയമൊന്നുമില്ല. അവിടെ ഒരു പ്രത്യേകിച്ച് വഴിപാടുകളൊന്നുമില്ല. അതിൻ്റെ മുകളിൽ അമ്പലമുണ്ട്. എന്ത് കൊടുത്താലും അവർ കുറച്ച് വെള്ളം നീര് തരും. അല്ലാതെ അവിടെ പ്രത്യേകിച്ച് പൂജയോ വഴിപാടുകളോ അങ്ങനെയൊന്നുമില്ല. നല്ല സ്ഥലമാണ്. എങ്ങനെയായിരിക്കും ഒരാളുടെ മാറ്റം അതിൽ നിന്നും ഉണ്ടാകുന്നത്? അതറിയാൻ പറ്റില്ല. ഒരാൾക്ക് മാറ്റം ഉണ്ടാകുന്നത് അവൻ്റെ കർമ്മം അനുസരിച്ച് അവന് മാറണം തോന്നുന്നു. എൻ്റെ ഇന്നലെ വരെ ഞാൻ എങ്ങനെ ജീവിച്ചു, ഇന്നലെ വരെ ഞാൻ അങ്ങനെ ജീവിച്ചിട്ട് ഇന്ന് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നു. ഇവിടെ ഞാൻ നിന്നിട്ട് നാളെ എനിക്ക് അങ്ങോട്ട് ജീവിക്കണം. എന്നാൽ ഭൂതകാലത്തിൽ നിന്ന് നടന്ന് വർത്തമാനകാലത്തിലൂടെ ഭാവിയിലേക്ക്. അതാണ് അവിടുത്തെ എൻ്റെ ഒരു കൺസെപ്റ്റ്. അതാണ് അത് ഈ ബാധാദോഷം അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകും. അതെനിക്ക് പറയാൻ പറ്റില്ല. അവിടെ എന്തോ ഒരു ഫീലുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാറ്റം ഉണ്ടാക്കുന്ന എന്തോ ഒരു ശക്തി. അത് സയൻസിലൂടെ എടുത്തു കഴിഞ്ഞാൽ ആ വെള്ളത്തിലുണ്ടാകുന്ന സർപ്പ സാന്നിധ്യമോ അല്ലെങ്കിൽ അവിടുത്തെ ഔഷധ ഗുണങ്ങളായ ജലത്തിലുണ്ടാകുന്ന എന്തോ ഒരു മാറ്റം ഉണ്ടാകും. 100%. ഇത് അങ്ങ് പറഞ്ഞതുപോലെ ഈ മാന്ത്രികമുണ്ടല്ലോ, കാട്ടുമാന്ത്രികം, അതേപോലെ ഒരു മാന്ത്രിക വിദ്യയിലെ ഒരു രഹസ്യമാണോ, കാടിനുള്ള ഒരു രഹസ്യമാണോ ഈ കാവേരി നദിയിൽ ഉണ്ടാവുന്നത്? അവിടെ വനപ്രദേശമാണ് 1. 2 ഉയർന്ന മലനിരകളിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല ഒഴുകി വരുന്ന അടിവേരുകൾ, ഔഷധ ഗുണമുള്ള ചെടികളുടെ മരങ്ങളുടെ അടിവേരുകളുടെ ഊറി വരുന്ന ജലമാണ് ഇവിടേക്ക് വരിക. ആ ഊറി വരുന്ന ജലത്തിലുണ്ടാകുന്ന ഒരു ഔഷധകരമായ സാന്നിധ്യം, പിന്നെ ദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ നീലറുവായിട്ട് ഒഴുകി വരുന്നൊരു മഹാനദിയായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ സത്യം ഉണ്ടാവില്ലേ? ഉണ്ടാവും. ആ സത്യത്തെ നമ്മൾ വിശ്വസിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. പ്രപഞ്ച സത്യങ്ങളെ വിശ്വസിക്കുകയും പ്രപഞ്ച സത്യങ്ങൾക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ള ജീവിത രീതികൾ തിരഞ്ഞെടുക്കുകയും അറിഞ്ഞുകൊണ്ട് പിന്നെ തെറ്റുകൾ ചെയ്യാതിരിക്കുകയും തെറ്റാണെന്നറിഞ്ഞാൽ തിരുത്തുകയും സത്യവും ധർമ്മവും നീതിയുടെ മുമ്പിലോട്ട് പോയാൽ ഒരു ശക്തിക്കും ഒരാളും ചെയ്യാൻ പറ്റില്ല. ഒരു ശക്തിക്കും
ഒരാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. ഞാൻ എൻ്റെ കർമ്മം നേരെ ചൊവ്വയെ നടത്തി കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ബാധിക്കില്ലേ? കർമ്മം, നമ്മൾ ഏത് കർമ്മത്തിനും പൂർവ്വജന്മമായിട്ട് ബന്ധമുണ്ട്. നീ ഒരാളെ കൊല്ലണമെങ്കിൽ അവൻ പൂർവ്വജന്മത്തിൽ നിന്നെ കൊന്നിരിക്കും, നിന്നെ നശിപ്പിച്ചിരിക്കും. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കി, നമ്മുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് പൂർവ്വജന്മത്തിലെ ശത്രുക്കളാണ്. ആദ്യം വന്ന് ചേരുന്നവരൊക്കെ അവൻ ആ ശത്രുത കഴിഞ്ഞാൽ വിട്ടുപോകും. മേസ്ത്രിയിൽ പഠിച്ചപ്പോൾ ഉണ്ടാകുന്ന സൗഹൃദമാണോ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത്? അല്ല. 5ാം ക്ലാസ്സിൽ പഠിച്ച സൗഹൃദമാണോ 10ാം ക്ലാസ്സിൽ? അത് കഴിഞ്ഞാൽ കോളേജിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് ഔദ്യോഗിക ജീവിതത്തിലേക്ക് പോകുന്നത്, എല്ലാം വ്യത്യസ്തരാണ് അല്ലേ? അതെ, വളരെ റയറാണ്. പിന്നെ കണ്ടുമുട്ടും, പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ പണ്ട് കാലത്ത് നല്ല ചുണക്കുട്ടന്മാരെ നരച്ച് നമ്മളൊക്കെ ഞാൻ കണ്ടില്ലേ, 63 വയസ്സാകും പോകണം. പക്ഷെ ഇപ്പോൾ ചെറുപ്പമാണ്. അത് ഊർജ്ജം, നമ്മുടെ ഊർജ്ജമാണ് പ്രശ്നം. ഇപ്പം നമ്മൾ നടക്കാൻ പോയാൽ നമ്മൾ എത്ര കിലോമീറ്റർ, ഇപ്പോൾ തിരുവണ്ണാമല ഞാൻ 3 തവണ നടന്നു പോയ ആളാണ്. ആൾക്കാർ ഒരു തവണയെ നടക്കുകയുള്ളൂ. അതെൻ്റെ ഊർജ്ജമാണ്. ഞാൻ വീണ് മരിക്കുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ ഞാൻ ടീച്ചറിനെ പറയും, ടീച്ചറെ എവിടെയാണ് ഞാൻ വീഴുന്നതെന്ന് 5 മിനിറ്റ് മുമ്പ് ഞാൻ പറയും. അയ്യോ സ്വാമി, ആ പറഞ്ഞിട്ട് കാര്യമില്ല, വീണേ പറ്റി അല്ലേ? അപ്പം നമ്മുടെ നമ്മുടെ എനർജിയാണ് പ്രശ്നം. എന്താണ് ആ എനർജിയിൽ നമ്മൾ നിലനിൽക്കുക എന്നുള്ളത്. അത് ഏത് പുരുഷനും, എനിക്ക് യുവ തലമുറയ്ക്ക് കൊടുക്കാനുള്ളത്, നിങ്ങൾ മദ്യപിക്കാതിരിക്കുക, നിങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, നിങ്ങൾ ഹിതമല്ലാത്ത മാർഗങ്ങളിലൂടെ സഞ്ചരിക്കാതിരിക്കുക. ഈ ഊർജ്ജം എനിക്ക്, നിങ്ങൾ ആലോചിക്കണം, പ്രമേഹമുള്ള ആളാണ്, 35 വർഷം ഡയബറ്റിക് ഉള്ള ഒരാൾ ഇപ്പോഴും ഏത് മലയും ഓടിക്കയറും. അഹങ്കാരമല്ല. രാത്രി 3 മണിക്ക് ഉണരും, ജഡാവസ്ഥയിൽ കിടക്കും, എഴുതും. ഇപ്പോഴും 3 പുസ്തകങ്ങൾ എഴുതും. 3 മണിക്ക് എണ്ണീറ്റ് ജഡാവസ്ഥയിൽ കിടക്കേണ്ടി, ജഡാവസ്ഥയിൽ കിടക്കുന്ന നമ്മൾ ജഡമാവാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഇപ്പോഴേ നമ്മൾ പരിശീലിക്കണം. നമ്മളിപ്പം ഒരുത്തൻ നീന്തൽ പഠിക്കാൻ പോവുകയാണ്, ഞാൻ വെള്ളത്തിൽ പതുക്കെ കിടന്ന് പഠിക്കൂലേ. ഒരുത്തൻ സൈക്ലിംഗ് പഠിക്കാൻ പോകണം, അവൻ സൈക്കിൾ ഉരുട്ടി പഠിക്കൂലേ. അതുപോലെ ഞാൻ മരണത്തിലേക്ക് പോവുകയാണ്, ഞാൻ കുറച്ച് നേരം ജഡമായിട്ട് കിടക്കണമെന്ന് എനിക്ക് തോന്നുവാണ്, ഞാൻ ജഡമായിട്ട് കിടക്കണം. ആ കണ്ടില്ല കിടക്കണം, കണ്ടില്ലേ, ഇതെൻ്റെ എഴുത്ത് മുറിയാണ്. ആ വന്ന് ജഡമായിട്ട് കുറേ നേരം രാവിലെ കിടക്കുമ്പോൾ, അപ്പം നമ്മൾ ചിലപ്പോൾ ജഡമായിട്ട് അങ്ങ് പോകും. പക്ഷേ ജഡാവസ്ഥയെ, മനസ്സിനെ ബോധത്താൽ നീ നിൻ്റെ ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് നിനക്ക് ജഡമായി സങ്കല്പിച്ച് കിടക്കാൻ എത്ര നേരം കഴിയും? നിനക്ക് എത്ര നേരം നിൻ്റെ ശ്വാസത്തെ, ഞാൻ നിങ്ങൾ നേരത്തെ ഓം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു അല്ലേ? ഓ ഇതുപോലെ 25 തവണ ജപിക്കും ഞാൻ രാവിലെ. അതുകൊണ്ട് ചാവാതിരിക്കും. എപ്പോഴാണോ ചടിച്ചു അങ്ങോട്ട് ഇറങ്ങി ഒരു സ്വിച്ച് ഇടുമ്പോൾ ചോക്കടിച്ച് അപ്പത്തീരും. നീ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ബോധം നിനക്ക് എന്താണ് പകർന്നു തരുന്നത്? ആ ബോധം ഉണർത്തിയെടുത്തുകൊണ്ട് ആ ജീവിക്കുന്ന ഈ നിമിഷം നീ ജീവിക്കൂ, ഈ നിമിഷം നീ സന്തോഷിക്കൂ, ഈ നിമിഷം നീ സംഘർഷങ്ങളിൽ പെടാതിരിക്കൂ. ഈ സംഘർഷങ്ങളെ, ദുഃഖങ്ങളെ സന്തോഷങ്ങളാക്കി മാറ്റൂ. നിനക്ക് മറ്റുള്ള ടീച്ചർ, ഞാൻ ഈ വെമ്പായത്തോടെ നടക്കുമ്പോൾ ടീച്ചർ ചോദിക്കും, എന്തിനാ എല്ലാവരും നോക്കി ചിരിക്കണമെന്ന്? നമുക്ക് ചിരിക്കണോട് വല്ല നഷ്ടമുണ്ടോ? ഇല്ല. നമ്മൾ വീർത്തിട്ട് നടക്കും. ചില കണ്ടില്ല, വലിയ ഉദ്യോഗസ്ഥന്മാർ ചിരിക്കൂല, എന്താ ഒപ്പിടും, പിന്നെ അവന് വല്ല നഷ്ടപ്പെടും. ഇല്ല. ഒന്ന് സന്തോഷകരമായിട്ട് ഒരാളോട് പെരുമാറിയോണ്ട് വല്ല കുഴപ്പമുണ്ടോ? ചേട്ടൻ നല്ല മാന്യമായിട്ട് പെരുമാറും അല്ലേ? സന്തോഷമായിട്ടൊരർത്ഥം, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഇങ്ങനെയാണല്ലേ, അതിങ്ങനെ പറഞ്ഞാൽ എത്രയോ നല്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ചിലർ ചിരിക്കൂല, ചിരിച്ചാൽ നഷ്ടപ്പെട്ടു പോകും വലുതും. അങ്ങനെയുള്ളവരും ഉണ്ട് ഇല്ലേ? ഞാൻ ചിലരുടെ ചോദിച്ചിട്ടുണ്ട്, സാറേ ചിരിക്കൂലേ, മുഖത്തിന് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അപ്പം തന്നെ ചോദിക്കും. അപ്പം നമ്മൾ അതിജീവിക്കാനുള്ള ശക്തിയും പ്രതികരിക്കാനുള്ള ശക്തിയും അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ സഹിക്കണം. ഏതു പ്രതിസന്ധികളെയും, തിരമാലകൾ കണ്ടില്ലേ, ചെറിയ തിരമാലകൾ വന്ന് വലിയ തിരമാലകൾ പോയി പിന്നെ ശാന്തമായി കടലിൻ്റെ അഗാധകളിലേക്ക് പോകുന്ന പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം. നമ്മൾ അങ്ങനെ എടുത്താൽ മതി. ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂ പോലും ഒരു പൂർവ്വജന്മ കണക്ഷനാകാൻ കഴിയും. അങ്ങനെ എല്ലാവരുമായിട്ടുണ്ടല്ലോ. ഏത് സൗഹൃദങ്ങളും ഏത് ഇഷ്ടങ്ങളും, ഇപ്പം നിങ്ങൾക്ക് എന്നോട് ഇഷ്ടം തോന്നുന്നു, എനിക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നുന്നു, പൂർവ്വജന്മ ബന്ധം ഉണ്ടെങ്കിലേ പറ്റൂ. കുറേ കഴിഞ്ഞ് പുറത്തിറങ്ങിയുന്നുണ്ട്, ഞാൻ വേറെ വഴിയില്ലെങ്കിൽ ക്യാമറ ഇത്ര നേരം വേസ്റ്റായെന്ന് പറഞ്ഞാൽ അത്ര തന്നെ. ചിലത് ദീർഘകാലം നിലനിൽക്കും. ഇതൊന്നും തന്നെ ഉത്തരങ്ങളില്ല, ചോദ്യങ്ങളില്ല, ഇൻ്റർവ്യൂ ഒന്നും അല്ല. ഇത് ജനങ്ങളെ നമ്മൾ ബോധവൽക്കരിക്കാനൊന്നും പറ്റില്ല അല്ലേ? ഇതിൻ്റെ അടി വന്ന് ചീത്ത പറയണ എത്രയോ പേരുണ്ട്. ഒരുപാട്. എടാ കള്ളസ്വാമി, നീ കള്ളസ്വാമി, ശരി, നിന്നെ നോട്ടത്തിൽ കള്ളസ്വാമിയാണ്, യഥാർത്ഥമായിരിക്കും ഇല്ലേ? യഥാർത്ഥത്തിൽ എന്താണ് കപട സന്യാസി ഒരു ആത്മകഥ എഴുതുകയാണെന്ന്, എന്തിനാണ് പേരെന്ന് നെടുപടി വേണ്ടി ചോദിച്ചു. കാരണം എനിക്കൊരിക്കലും സന്യാസിയാവാൻ പോകില്ല. സന്യാസം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അവന് ജാതിയില്ല, മതമില്ല, പാർട്ടിയില്ല, അവന് വേഷങ്ങളില്ല. ആ സന്യാസത്തിൻ്റെ ഒരു പവിത്രതയുണ്ട്. സ്വാമിക്ക് ഒരിക്കലും സന്യാസിയാകാൻ എനിക്കൊരിക്കലും പറ്റില്ല. അതെങ്ങനെ പറ്റും? പ്രണയവും കാമവും ക്രോധവും മോഹവും ദുർമന്ത്രവാദവും ഒക്കെ എഴുതണം എനിക്കെങ്ങനെയാണ് ഒരു സന്യാസിയാവാൻ പറ്റും? സ്വാമി എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ സന്യാസിയാകാൻ വേണ്ടി? ഞാൻ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ മരിക്കാൻ 2012 3 വർഷം മരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ആളാണ്. എങ്ങനെയെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് പോകാനുള്ള മാർഗ്ഗം എന്താണ്? പക്ഷെ മരിക്കാൻ ഭയമാണ്. 2 പ്രാവശ്യം ഗംഗയിൽ ഒഴുകി പോയി തിരിച്ചു വന്നു.
എടുക്കണ്ട, ദൈവം വിളിക്കാതെ പോകാൻ പറ്റും. ഒരുപാട് കാലം ജീവിക്കുന്നവർ ഇന്നലെ എന്തിന് ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതിൻ്റെ പ്രധാനം. നമ്മളീ തുറന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, മനസ്സിലായില്ലേ? ഇപ്പം നാളെ നിങ്ങൾ ഈ ഇൻ്റർവ്യൂ എടുത്തോണ്ട് പോകണം. നാളെ ഇന്നലെ അദ്ദേഹം അവസാനം തന്ന ഇൻ്റർവ്യൂ നിങ്ങളൊരു കാർഡ് ഇട്ട് ഇടൂലേ സാമീര്? നമ്മൾ അങ്ങനെ എടുക്കും ജീവിതത്തിനെ. നമ്മൾ ജീവിതത്തെ കാണേണ്ട ഒരു മുഖമുണ്ട്. ഇപ്പം എനിക്കെല്ലാം നഷ്ടപ്പെട്ട ഒരാളാണ്, കിടപ്പാടമില്ല, അതുവരെ ഉണ്ടാക്കിയ എല്ലാം പോയി 2012 ഒന്നുമില്ല, കൂടെ ജീവിച്ചവരില്ല, സഹോദരങ്ങളില്ല, കിടപ്പാടമില്ല, പുസ്തകങ്ങൾ വയ്ക്കാൻ പോലും ഇല്ല, ഒന്നുമില്ല. ദൈവം എല്ലാം തിരിച്ചു തന്നില്ലേ? ഇപ്പോഴും അതിൻ്റെ വേദനയുണ്ടോ? വേദനയില്ല. ഇതിൻ്റെ വിധിയെ നമ്മൾ മറികടന്ന് പോകണം. നമ്മളെപ്പോഴെങ്കിലും അതേപ്പറ്റി ഓർത്ത് വിഷമിച്ചിട്ടുണ്ട്? അല്ല, വേറെ തന്നെ എൻ്റെ ചെറിയ മകനെക്കുറിച്ച് എനിക്ക് ഇറക്കി ഓർമ്മ വരും. പക്ഷെ അയാൾക്ക് എൻ്റെ ആവശ്യമില്ല. ഇപ്പം അച്ഛനും അമ്മയും ദാമ്പത്യവും ഒക്കെ തകരുന്ന ഒരുപാട് പേരുണ്ട്. ഈ അടുത്ത കാലത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഉണ്ടായി. അച്ഛനും അമ്മയും തമ്മിൽ വേർപെട്ട് പോയിട്ട് ഒരു പകന് ഇവിടെ വന്ന് ചോദിച്ചു, സ്വാമി എനിക്ക് എൻ്റെ അച്ഛനെ കാണാൻ പറ്റും. ഞാൻ ചോദിച്ചാൽ എന്താണ്? അല്ല, 20-22 വർഷമായി എൻ്റെ അച്ഛൻ എവിടെയാണെന്ന് എനിക്കറിയില്ല, സ്വാമിക്കൊന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഒരു നിമിഷം നിശബ്ദനായിരുന്നു. എനിക്ക് 2 ആൺമക്കളുണ്ടായിരുന്നു. ഒരുത്തൻ പോലും എന്നെ ഇതുവരെ അന്വേഷിച്ച് വന്നിട്ടില്ല. ഞാനത് ആഗ്രഹിച്ചാൽ ഞാൻ ഇനി അടുത്ത ജന്മം ജനിക്കണം. എനിക്ക് അതുകൊണ്ട് അങ്ങനെ ആഗ്രഹമില്ല, മനസ്സിലായില്ലേ? ആഗ്രഹങ്ങൾ. അവിടെ സ്കന്ദമുനിയുടെ കഥ അറിയാമോ? സ്കന്ദമുനി എന്ന് പറഞ്ഞൊരു മുനി ജീവിതം വിടിയാനായിട്ട് ഹിമാലയത്തിൻ്റെ താഴ്വരയിലൂടെ പോവുകയാണ്. പോകുമ്പോൾ ഒരു മാൻ നിൽക്കുന്നു. മാനാണ് ഇണചേരുന്നതിൽ ഏറ്റവും ഉള്ള ഭൗതിക സുഖം കൊടുക്കുന്നത്. അപ്പോൾ ഈ മുനി ഒരു മാനായി എന്നാ ഇന്ന് കൂടെ ഇണചേർന്നിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ച് ഈ മാനുമായിട്ട് ഇണചേർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വേടൻ അമ്പ ചെയ്ത് മാന് വീണ് ചാവും. അപ്പോൾ ഇയാൾ മുനിയായിട്ട് പറയും, വേട നീ എന്തിനാണ് ഞാനിത് കാമപൂർത്തീകരണത്തിനും എന്നെ വേടയും, ഞാൻ ഇനിയും ജനിക്കണ്ടേ? ആഗ്രഹ പൂർത്തീകരണം മാത്രമാണ് പുനർജന്മത്തിന് ഹേതുവാത്തൊരു കാര്യം. അപ്പം ഇനി പുനർജനിക്കേണ്ട എല്ലാം അനുഭവിച്ചുള്ളൂ. ഒരു മനുഷ്യനായി ഈ ജന്മത്തിൽ ജീവിക്കുമ്പോൾ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടതെല്ലാം നല്ലതും ചീത്തയൊക്കെ അനുഭവിച്ചു മനസ്സ് ശാന്തമായി. ശാന്തമായ മനസ്സോടുകൂടി മരണം പുൽകാൻ കാത്തിരിക്കുന്നവനാണ് ഉത്തമനായ ഈശ്വര കടാക്ഷമുള്ള മനുഷ്യൻ. അത്തരത്തിൽ എനിക്ക് ഈശ്വര കടാക്ഷമുള്ള ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്വാമിക്ക് ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? ഏത് ഇനി ജീവിതത്തിൽ? അല്ല, എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നോടൊപ്പം ജീവിക്കുന്ന ടീച്ചർ ജീവിക്കുന്നു. ഞാൻ കടബാധ്യതകളില്ലാത്ത ആളാണ്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കത്തില്ല, പലിശയ്ക്ക് എടുക്കത്തില്ല. എനിക്ക് ജീവിക്കാനുള്ള ആ ഈശ്വരൻ അക്ഷരങ്ങളിൽ നിന്ന് എന്നെ ജീവിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങ് ജീവിച്ച് തീരണം എന്നുള്ളതല്ലാതെ ഇപ്പം എന്നെ വിശ്വസിച്ച് ജീവിതത്തിലേക്ക് വന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ഞാൻ വീട് വെച്ചിട്ടുണ്ട്, എനിക്ക് സഞ്ചരിക്കാൻ ചെറിയ വാഹനമുണ്ട്, എനിക്ക് ജീവിക്കാൻ പുസ്തകങ്ങളുണ്ട്, സന്തോഷവാനാണ്. പിന്നെ ഇതുപോലെ തോന്നിവാസങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നില്ല, എനിക്കിഷ്ടമുള്ളത് എന്തും പറയാം. എൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പം ആ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ ഒരു മനുഷ്യനെങ്കിലും മാറ്റം ഉണ്ടാവുമെങ്കിൽ അതാണ് പുണ്യമെന്ന് ഞാൻ കരുതുന്നു. ജീവിതത്തിൽ ഭയപ്പെടുത്തിയ എന്തെങ്കിലും അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ജീവിതത്തിൽ ഭയപ്പെടുത്തിയത് സ്നേഹിച്ചവരെ, ഒപ്പം നിന്ന് ചേർത്ത് പിടിച്ചവർ തിരിഞ്ഞു നിന്ന് നമ്മളെ ശത്രുപാളയത്തിൽ നിന്ന് നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഭയപ്പെട്ടു പോയി. സ്നേഹം ഇതാണോ? ഭയമാണോ? വിശ്വസിച്ചവർ ചതിക്കുന്നതാണോ ജീവിതം? വിശ്വാസ വഞ്ചനയല്ലേ ജീവിതം എന്ന് തോന്നി അന്നൊരു ഭയപ്പാട് തന്നു. പക്ഷെ ഞാൻ അതിജീവിച്ചു. ഈ ആത്മാക്കളെയും അല്ലെങ്കിൽ ദൈവങ്ങളെയും ഒന്നും ഭയപ്പെട്ടിട്ടില്ല? എന്തിനു ഭയക്കണം? നമ്മളൊരു ആത്മാവില്ല. പലപ്പോഴും അങ്ങ് ഈ ആത്മാക്കളുമായിട്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രേത കഥകളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ, അത്തരത്തിലുള്ള അനുഭവങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഭയപ്പെടുത്തിയിട്ടില്ലേ? എന്നെ ഭയപ്പെടുത്തി. ഭയമെന്ന് പറഞ്ഞ വികാരമില്ല. ഒരിക്കൽ ഞാൻ കൊല്ലത്ത് താടിയും മുടിയൊക്കെ വളർത്തി അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇരുന്നപ്പോൾ അങ്ങ് ഒരു തട്ടുകട കണ്ട്, വിശന്നിട്ട് വയ്യ. അപ്പോൾ ഞാൻ ഒരു ബെഞ്ചാണ്, ആ ബെഞ്ചിൽ അങ്ങോട്ട് നിന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുത്തൻ ഓടി വന്ന് എൻ്റെ തലമുടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് വാളിങ്ങനെ ഓങ്ങി. ഒരു നിമിഷം ആ കടക്കാരൻ ചാടി വന്നവൻ്റെ കൈ പിടിച്ചില്ലെങ്കിൽ തലയേറ്റ് പോയതിന് ആൾ മാറിപ്പോയി. അന്നുണ്ടായ ഒരു നടുക്കമുണ്ട്. അതിനുശേഷം രാത്രിയിൽ യാത്ര ചെയ്യില്ല. പക്ഷെ ഇന്നാ നടുക്കമില്ല. അന്ന് ഞാൻ ജീവിതം തുടങ്ങിയിട്ട് ഈ മറ്റേ ഭൗതികതയിൽ നിന്ന് തെന്നിത്തെറിച്ച് മറ്റേലേക്ക് വീണുമ്പം ജീവിതത്തിലേറ്റ അഗദ്വര ആഘാതങ്ങൾ, സഹോദരങ്ങളില്ല, ഒപ്പം നിന്ന ബന്ധുക്കളില്ല, അന്ന് വരെ ജീവിച്ചവരില്ല, സ്നേഹിച്ചവരില്ല. ആ കപടമുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ഭ്രാന്തനെ പോലെ അഞ്ഞടക്കുന്ന രാത്രി ഇപ്പോഴും ഓർമ്മയുണ്ട്. കൊല്ലത്ത് ആ വളവിലൊരു തട്ടുകടയിൽ ഞാൻ ബെഞ്ചിൽ തട്ടുദോശ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുത്തൻ ആൾ മാറിയിട്ട് കൊല്ലാനായിട്ട് കാറി ഗുണ്ടകൾ ആൾ മാറിപ്പോയി. അപ്പോൾ തലയേറ്റ് പോയി പരമേശ്വരൻ എവിടെ നിന്നത് പറയൂ? ദൈവം തീരുമാനിച്ചില്ല. അന്നൊക്കെ ഒരു ആഘാതമുണ്ട്, ഒരു ഭയം. പിന്നെ ഭയന്നിട്ടേ ഇല്ല. ഭയത്തിൻ്റെ ആവശ്യമില്ലല്ലോ. എന്തിനേയും അഭിമുഖീകരിക്കാനായിട്ടുള്ള ശക്തി, ആ ശക്തി നമ്മളെ ഊർജ്ജം ഉള്ളിടത്തോളം കാലം ഭയം എന്ന് പറയുന്നൊരു വികാരം നമുക്കില്ല. എന്തിനുണ്ടാവണം? ജനിച്ചാൽ മരിച്ചേ പറ്റൂ. മുകളിലേക്ക് പോകുന്ന ശ്വാസം താഴോട്ട് വന്നാൽ ജീവിച്ചിരിക്കുന്നു, ഇല്ലെങ്കിൽ അതുമില്ല. അതല്ലേ? അങ്ങനെയല്ലേ? അതെ, തീർച്ചയായും. എന്താണെങ്കിലും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നമുക്ക് അടുത്ത എപ്പിസോഡുമായിട്ടിരിക്കാം. ഒരുപാട് നന്ദി. സന്തോഷം.